നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സഞ്ജു സാംസണും ധ്രുവ് ജുറലും പരമാവധി ശ്രമിച്ചു നോക്കി. ടീമിലെ ഒരേ ഒരു ഓവർസീസ് ബാറ്റർ ഷിംറോൺ ഹെറ്റ്മയറും അടിച്ചു പരത്തി നോക്കി. പക്ഷേ 287 എന്നുള്ള ടാർഗറ്റ് അത് അൺചേസബിൾ ആയിരുന്നു. 286 റൺസിൻ്റെ മാമത്ത് ടോട്ടലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പടുത്തുയർത്തിയത്. അവിടെ യഥാർത്ഥത്തിൽ ആറാറിന് വന്നൊരു അബദ്ധം അത് മുതലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു സ്കോറിലേക്ക് അവർ പോയത്. തീർച്ചയായിട്ടും ഇത് ഡാമാച്ചാണ്. മാച്ച് വരുമ്പോൾ ഡ്യൂവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. പ്യുവർ ബാറ്റിംഗ് ട്രാക്കാണ്. എന്നിട്ട് ടോസ് കിട്ടിയ ഒരു ടീം എതിരാളികളെ ബാറ്റിങ്ങിന് അയച്ചു. ക്രിക്കറ്റിംഗ് എക്സ്പേർട്ടുകൾക്കൊന്നും മനസ്സിലാവാത്തൊരു തീരുമാനമാണത്. കമൻറ്റേറ്റേഴ്സൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? അത് കാണുമ്പോൾ ആ ഒരു തീരുമാനം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി എന്ന്. കാരണം ബാറ്റിംഗ് ട്രാക്കിൽ റൺസ് അടിക്കുക, റൺസ് ഓൺ ദി ബോർഡ് വന്ന ചേസ് ചെയ്യുന്ന ടീമിന് സ്വാഭാവികമായിട്ടും പ്രഷർ ഉണ്ടാകും. ആ പ്രഷറിൽ വിക്കറ്റ് എടുക്കാം, അവിടെ കളി പിടിക്കാം. അതിനുള്ള സുവർണാവസരമാണ് ഇവിടെ രാജസ്ഥാൻ റോയൽസ് എതിരാളികളെ ബാറ്റിങ്ങിന് ക്ഷണിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ബൗൾ ഫസ്റ്റ് എന്ന് റിയാൻ പരാഗ് പറഞ്ഞപ്പോൾ ശരിക്കും അത്ഭുതമായിരുന്നു. അതിൻ്റെ ഫലം എന്താ? 286 റൺസ് സ്കോർ ബോർഡിൽ. ബാറ്റ് ചെയ്യാൻ പറ്റിയ പിച്ചാണ്. പക്ഷേ 286 എന്നുള്ള മാമത്ത് ടോട്ടൽ ഉണ്ടാകുമ്പോൾ ബാറ്റർമാർക്ക് ഒരു ഏജൻസി ഉണ്ടാവും, അവർക്ക് പ്രഷർ ഉണ്ടാവും, പാനിക്കാവും. അതിൻ്റെ ഫലമാണ് 50 റൺസ് ആകുമ്പോഴേക്കും 3 വിക്കറ്റ് വീട് പോയതും. സോ ആ ഒരു അബദ്ധം വൻ അബദ്ധമായി പോയി. ടോസ് കിട്ടിയിട്ട് ബൗൾ ചെയ്യാൻ തീരുമാനിച്ചത് അവിടെ തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് കളി കൈവിട്ടത് എന്ന് പറയേണ്ടി വരും. ഇതൊന്നും SRHൻ്റെ പ്രകടനത്തെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെയായിരിക്കും തോന്നുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കിടിലൻ ഒരു മത്സരം നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളത് സന്തോഷകരമാണ്. 286 റൺസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അടിച്ചെങ്കിൽ 242 റൺസ് രാജസ്ഥാൻ റോയൽസും അടിച്ചിട്ടുണ്ട്. 44 റൺസിനാണ് അവർ തോറ്റത്. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഭാഗത്ത് ഇഷാൻ കിഷൻ്റെ കന്നി IPL സെഞ്ചുറി 106 റൺസ് അദ്ദേഹം അടിച്ചു. ഹെഡ് 67 റൺസ് അടിച്ചിട്ടുണ്ട്. ക്ലാസിനും നിതീഷ് കുമാറും ഒക്കെ അവരുടേതായിട്ടുള്ള സംഭാവനകൾ കൊടുത്തിട്ടുമുണ്ട്. ജുറലിൻ്റെ 70 റൺസും സഞ്ജു സാംസന്റെ 66 റൺസും അത് തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഹെറ്റ്മയറുടെ ലൈറ്റ് ബ്ലോസ്. ഏതായാലും 44 റൺസിന് തോറ്റിരിക്കുന്നു. SRHനെ കുറിച്ച് എന്താ പറയേണ്ടത്? അൾട്രാ അഗ്രസീവ് എന്ന് അവരുടെ കഴിഞ്ഞ വർഷത്തെ കളി കണ്ട് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ഈ വർഷം അവർ കൂടുതൽ അഗ്രസീവ് ആവുകയാണ്. ഡബിൾ പവർ അല്ല, ട്രിപ്പിൾ പവർ ആയിട്ട് അവരുടെ ബാറ്റിംഗ് മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്, പിന്നാലെ ഇഷാൻ കിഷൻ്റെ വരവ് തീർച്ചയായിട്ടും അവരുടെ ബാറ്റിംഗ് ലൈനപ്പിനെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിരുന്ന താരം അവിടെ പക്ഷെ സെഞ്ചുറി അടിച്ചിട്ടില്ല. 99 റൺസ് ഒരിക്കൽ അടിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സെഞ്ചുറി, തൻ്റെ ഫ്രാഞ്ചൈസി ഡെബ്യൂവിൽ സെഞ്ചുറി കുറിച്ചിരിക്കുകയാണ് ഇഷാൻ കിഷൻ. എന്തൊരു പ്രകടനമായിരുന്നു! 45 പന്തുകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി പിറന്നിരിക്കുന്നത്. ഏതായാലും ഇഷാൻ കിഷൻ്റെ ആ ഒരു പ്രകടനം, പതിവ് പോലെ ട്രാവിസ് ഹെഡിൻ്റെ കിടിലൻ തുടക്കം, പിന്നാലെ വന്നവരൊക്കെ അടിച്ചു പറത്തിയ ഘട്ടത്തിൽ അവർ വലിയ സ്കോറിലേക്ക് പോയി. തിരികെ പിടിക്കാൻ സഞ്ജു സാംസണും ധ്രുവ് ജുറലും ഒക്കെ നടത്തിയ ശ്രമം എന്തായാലും വാല്യുബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. കാരണം നെറ്റ് റൺ റേറ്റ് ഭാവിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അതുകൊണ്ട് ഇത് അൺചേസബിൾ ആയിട്ടുള്ള സ്കോറായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. കളിയിലേക്ക് വന്നാൽ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്റൻഷൻ വളരെ വ്യക്തമായിരുന്നു. തുടക്കത്തിലെ അവർ അടിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. അഭിഷേക് ശർമ്മ ആദ്യം വീണു. പക്ഷേ 11 പന്തിൽ നിന്ന് 5 ഫോറുകളാണ് പയ്യൻ അടിച്ചത്. 24 റൺസ് അദ്ദേഹം അടിച്ചിട്ടാണ് മടങ്ങിപ്പോയത്. പിന്നെയല്ലേ താണ്ഡവം! ട്രാവിസ് ഹെഡും ഇഷാൻ കിഷനും ചേർന്നുള്ള പൊടിപൂരം അവിടെയാണ് നമ്മൾ കാണുന്നത്. 6 ഓവർ കഴിയുമ്പോൾ, പവർ പ്ലേ കഴിയുമ്പോൾ 94ലേക്ക് 90 മുകളിലേക്ക് അവർ അടിച്ചെത്തിയിട്ടുണ്ട്. അവിടെ തന്നെ കളി ഏതാണ്ട് കൈവിടുന്നു എന്ന തോന്നലുണ്ടാക്കുന്നു. ഫസലക് ഫറൂഖി ബൗൾ ചെയ്യുന്നു. 3 ഓവറിൽ അദ്ദേഹം വിട്ടുകൊടുത്ത് 49 റൺസാണ്. തീക്ഷണ 4 ഓവറിൽ 52 റൺസ്. സോ ജോഫ്രെ ആർച്ചർ 4 ഓവറിൽ 76 റൺസ്. ജോഫ്രെ ആർച്ചറുടെ കാര്യത്തിൽ ഇത് IPL ചരിത്രത്തിൽ ഒരു ബൗളർ വഴങ്ങുന്ന ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്പെല്ലാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 76 റൺസ്. ഏതായാലും ഹെഡും കിഷനും ചേർന്ന് അങ്ങ് പൊളിച്ചടുക്കി. ഒടുവിൽ ഹെഡ് മടങ്ങി പോകുമ്പോഴേക്കും 10ാമത്തെ ഓവറിൽ അദ്ദേഹം മടങ്ങി പോകുമ്പോഴേക്കും സ്കോർ ബോർഡിൽ 130 റൺസായി കഴിഞ്ഞിരുന്നു. അപ്പോൾ നല്ലൊരു അടിത്തറയായി കഴിഞ്ഞല്ലോ. അത് വെച്ച് മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിച്ചത്. പിന്നാലെ വന്നത് നിതീഷ് കുമാർ റെഡ്ഡി. അദ്ദേഹവും മോശമാക്കാത്ത രൂപത്തിൽ ഇഷാൻ കിഷനൊപ്പം പോയി. ഇഷാൻ കിഷൻ മറുഭാഗത്ത് വളരെ ഫിയർലെസ് ആയിട്ട് അടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആര് വന്നാലും അടി. ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോയത്.
ഒടുവിൽ നിതീഷ് കുമാർ റെഡ്ഡി വീഴുന്നത് തീക്ഷാനയുടെ പന്തിൽ ജയ്സ്വാൾ പിടിച്ചാണ്. 15 പന്തുകളിൽ നിന്ന് 4 4 ഒരു 6 30 റൺസ് അദ്ദേഹത്തിന് സംഭാവന. പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ അടുത്തത് വരുന്ന ഹെൻറിക് ക്ലാസനാണ്. ക്ലാസിനെ നേരത്തെ ഇറക്കണമായിരുന്നു എന്ന അഭിപ്രായം അതേ ഘട്ടത്തിൽ ഡെയിൽ സ്റ്റെയിൻ അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ക്ലാസൻ വന്നിട്ടും തൻ്റെ ക്ലാസ് അങ്ങ് ഒരിക്കൽ കൂടി വെളിവാക്കുന്ന കാഴ്ച. 14 പന്തിൽ 5 4 ഒരു 6 അടക്കം അദ്ദേഹം 34 റൺസ് അടിച്ചു. ഒടുവിൽ സന്ദീപ് ശർമ്മയുടെ പന്തിൽ പരാഗ് പിടിച്ചാണ് അദ്ദേഹം പുറത്താകുന്നത്. അദ്ദേഹം പുറത്താകുന്നത് 19ാമത്തെ ഓവറിലാണ്. 258 റൺസിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ വരുന്ന അനികേതും അഭിനവ് മനോഹറുമാണ്. വലിയ അടി അടിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ തന്നെയാണ്. പക്ഷെ അനികേത് ദേശ്പാണ്ഡെയുടെ പന്തിൽ ആർച്ചർ പിടിച്ച് പുറത്താകുന്നു. തൊട്ടു പിന്നാലെ അഭിനവ് മനോഹർ ദേശ്പാണ്ഡെയുടെ പന്തിൽ പരാഗ് പിടിച്ച് പുറത്താകുന്നു. അവസാന ഓവറിൽ ഈ 2 വിക്കറ്റുകൾ വീണില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 300 എത്തിയേനെ. അതല്ല, ഏറ്റവും ചുരുങ്ങിയത് 287 എന്നുള്ള റെക്കോർഡ് സ്കോർ ഭേദിച്ച് ഒരു പുത്തൻ റെക്കോർഡ് അവിടെ പിറന്നേനെ. അതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഒരു ഭാഗത്ത് ഇഷാൻ കിഷൻ നോട്ട് ഔട്ട് ആയിരുന്നു. 47 പന്തിൽ നിന്ന് 11 4 6 6 അടക്കം അദ്ദേഹം 106 റൺസ് അടിച്ചു. ആ പിച്ചിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് റണ്ണ് വരുമെന്ന കാര്യം ഉറപ്പായിരുന്നു. അപ്പോൾ എതിരാളികളും അടിക്കുമെന്ന കാര്യം അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എത്താൻ പറ്റാത്തൊരു മാമത്ത് സ്കോർ അടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതങ്ങ് ചെയ്ത് കാണിച്ചു SRHൻ്റെ ബാറ്റർമാർ. അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളർമാർ ചില ഘട്ടങ്ങളിൽ എതിരാളികളുടെ സ്ട്രെങ്ത്തിന് ഫീഡ് ചെയ്യുന്ന പോലെ പന്തെറിഞ്ഞതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഒരല്പം അൺലക്കിയൊക്കെ ആയിരുന്നു രാജസ്ഥാൻ റോയൽസ് എന്ന് പറയേണ്ടി വരും. ഒരു ഘട്ടത്തിൽ ജോഫ്രെ ആർച്ചർ മിസ്ജഡ്ജ് ചെയ്തൊരു ക്യാച്ച്, അതുപോലെ തന്നെ എഡ്ജ് ചെയ്തു പോകുന്ന ഫോറുകൾ, ബൗണ്ടറി ലൈന് സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ചില അല്ലറ ചില്ലറ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴികെ ഇതൊരു സമ്പൂർണ്ണ ആധിപത്യമാണ് SRHൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നോക്കുക, ജോഫ്രെ ആർച്ചറെ എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തവണ രാജസ്ഥാൻ റോയൽസ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം അവർക്ക് വേണ്ടി ഒരു ഘട്ടത്തിൽ മികച്ച ബൗളിംഗ് നടത്തിയിട്ടുള്ള ആളാണ്. അത് ഇനിയും തുടരുമെന്ന പ്രതീക്ഷയിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, പരിക്ക് പറ്റി തിരികെ വന്ന ജോഫ്രെ ആർച്ചർ പഴയ പുലിയല്ല. ഇന്ത്യയിലേക്ക് അദ്ദേഹം ഇംഗ്ലണ്ടിനൊപ്പം പര്യടനം നടത്തി വന്നപ്പോൾ അടി കിട്ടി വലഞ്ഞത് നമ്മൾ കണ്ടതല്ലായിരുന്നുവോ? അത് വീണ്ടും ഇവിടെ തുടരുന്ന കാഴ്ച. ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് IPL വിട്ടുകൊടുത്ത ബൗളർ എന്ന നാണക്കേടിൻ്റെ റെക്കോർഡ് അദ്ദേഹത്തെ തേടിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. റിയാൻ പരാഗ് എന്ന ക്യാപ്റ്റൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയെയും പലരും ഇപ്പോൾ വിമർശിക്കുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖഭാവമൊക്കെ കണ്ടില്ലേ? വളരെ നിരാശനായിട്ട് ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ നഖമൊക്കെ കടിച്ചു നിൽക്കുന്ന റിയാൻ പരാഗ്, ഇങ്ങനെ ഹിപ്പിന് കൈ കൊടുത്ത് നിൽക്കുന്ന റിയാൻ പരാഗ്, ആ ബോഡി ലാംഗ്വേജ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് നിസ്സഹായനാണ്. ഇങ്ങനെ ഫുൾ പവറിൽ ഒരു ടീം നിന്ന് നിന്നവരും ഒക്കെ അടിക്കുന്ന രൂപത്തിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ്? തുടക്കത്തിൽ ആ തീരുമാനം പാളിപ്പോയിടത്ത് രാജസ്ഥാൻ റോയൽസ് കൈവിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ആർച്ചറുടെ ഈ ഫോമില്ലായ്മ രാജസ്ഥാൻ റോയൽസിന് ഭാവിയിലേക്ക് കൂടി ആശങ്ക പകരുന്ന ഒന്നാണ് എന്നത് പറയാതെ വയ്യ. ഏതായാലും 286 ചേസ് ചെയ്യണം. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പരമാവധി ശ്രമിക്കും. ഒരു ബ്ലൈൻഡ് ഷോട്ടിനാണ് ആദ്യ പന്തിൽ തന്നെ യശസ്വി ജയ്സ്വാൾ ശ്രമിക്കുന്നത് നോക്കണം. മുഹമ്മദ് ഷമിയുടെ ആദ്യ പന്ത് തന്നെ ബ്ലൈൻഡ് ഷോട്ടിന് ശ്രമിച്ചു. അദ്ദേഹം ബീറ്റഡ് ആവുകയാണ് ചെയ്തത്. ഏതായാലും അധികം സമയം ഉണ്ടായില്ല. സിമർജിത്തിന്റെ പന്തിൽ മനോഹർ പുറത്താവുകയായിരുന്നു യശസ്വി ജയ്സ്വാൾ. അത് ഒരു കിടിലൻ ക്യാച്ചാണ്. അത് കണ്ടിൽ നടിക്കുന്നില്ല. എന്നാൽ പോലും 1 റൺസുമായിട്ട് അദ്ദേഹം മടങ്ങുന്നു. റിയാൻ പരാഗ് വരുന്നു. 2 പന്തിൽ 4 റൺസ്. സിമർജിത്തിന്റെ പന്തിൽ തന്നെ കമിൻസ് പിടിച്ച് പുറത്താകുന്നു. നിതീഷ് റാണ വരുന്നു. 8 പന്തിൽ നിന്ന് 11 റൺസുമായിട്ട് അദ്ദേഹം മടങ്ങുന്നു. സോ 50 റൺസ് ആകുമ്പോഴേക്കും വിക്കറ്റുകൾ 3 വീണ് കഴിഞ്ഞിരുന്നു രാജസ്ഥാൻ റോയൽസിന്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5ാമത്തെ ഓവറിന്റെ തുടക്കത്തിലെ തന്നെ 4ാമത്തെ ഓവർ തന്നെ അവർ 50ലേക്ക് എത്തിയിരുന്നു. അതിന്റെ കാരണം മറുഭാഗത്ത് സഞ്ജുവിന്റെ അടിയാണ്. ഷമിയെ ലെഗ് സൈഡിലേക്ക് 6 പറത്തിക്കൊണ്ട് പിന്നാലെ 2 ഫോറുകൾ അടിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം തന്റെ ഇന്റൻഷൻ കൃത്യമായിട്ട് കാണിച്ചു തന്നിരുന്നു. അദ്ദേഹത്തോടൊപ്പം ധ്രുവ് ജുറൽ എത്തിയതോടുകൂടി ഇരുവരും ചേർന്നുകൊണ്ട് അവരുടെ ബൗളർമാരെ ആക്രമിക്കുകയായിരുന്നു. പാറ്റ് കമിൻസിന്റെ വരവെ 6 കൊടുത്തുകൊണ്ടാണ് ധ്രുവ് ജുറൽ സ്വീകരിച്ചത്. സാംബയെയും അടിച്ചു പറത്തിക്കൊണ്ടാണ് ഈ സഖ്യം സ്വീകരിക്കുന്നത്. അങ്ങനെ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 2 പേരും ചേർന്നുകൊണ്ട് ടീമിനെ അതിദ്രുതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച. ഒടുവിൽ 14ാമത്തെ ഓവറിൽ സഞ്ജു സാംസൺ പുറത്താകുമ്പോൾ 161 റൺസ് അവരുടെ സ്കോർ ബോർഡിൽ വന്നു കഴിഞ്ഞിരുന്നു. മനോഹരമായ ഇന്നിങ്സാണ് സഞ്ജു കളിച്ചത്. 37 പന്തുകൾ 7 4 4 6 അടക്കം 66 റൺസ് അടിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പോയതിന് പിന്നാലെ ധ്രുവ് ജുറലും പോയതോടെ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അത് അവസാനിക്കുകയായിരുന്നു. 35 പന്തിൽ 5 4 6 6 അടക്കം അദ്ദേഹം 70 റൺസാണ് എടുത്തത്. സാംബയുടെ പന്തിൽ ഇഷാൻ കിഷൻ പിടിച്ചാണ് ധ്രുവ് ജുറൽ പുറത്തായത്. പിന്നെ ഹെറ്റ്മയറും ശുഭൻ ദ്യൂബയും ഒക്കെ അടിച്ചു നോക്കി. ഹെറ്റ്മയർ 23 പന്തിൽ 42 റൺസ്, ശുഭൻ ദ്യൂബ 11 പന്തിൽ നിന്ന് 34 റൺസ്. അങ്ങനെ
അവർ അടിച്ചു നോക്കി, പക്ഷെ അത് അൺചേസബിൾ ആയിട്ടുള്ള ഒരു സ്കോറായിരുന്നു. അതിലേക്ക് എത്തുമായിരുന്നില്ല. 242 റൺസിൽ അവരുടെ ഇന്നിങ്സ് അവസാനിക്കുകയായിരുന്നു. ഏതായാലും ഇത് കൃത്യമായി രാജസ്ഥാൻ റോയൽസിന് ചില സൂചനകൾ നൽകുകയാണ്. ഇത്തരം അബദ്ധങ്ങൾ, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറ്റിപ്പോയാൽ കളി കൈവിട്ടു പോകും എന്നുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ജോഫ്രെ ആർച്ചറുടെ ഫോം അവർക്ക് വലിയ ആശങ്ക പകരുന്ന ഒന്നാണ്. എന്തായാലും SRHനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് തുടക്കം വിജയിച്ചുകൊണ്ട് അങ്ങ് പുതിയ സീസണിന് ആരംഭമിടാൻ പറ്റിയിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.